എറണാകുളം പെരുമ്പാവൂരിൽ പോലീസ് ചമഞ്ഞ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പിൽ മോഷണം നടത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർ വൻ തട്ടിപ്പ് വീരന്മാരാണ്. അറസ്റ്റിലായ 2 ഉദ്യോഗസ്ഥർ മുമ്പും പല തട്ടിപ്പ് കേസുകളിലും പ്രതികളാണ്. കേസിലെ 1-ാം പ്രതി സലീം യൂസഫ് വിജിലൻസിന്റെ നോട്ടപ്പുള്ളിയായതോടെ സ്വയം വിരമിക്കൽ അപേക്ഷ നൽകിയിരുന്നു. 2-ാം പ്രതി സിദ്ധാർത്ഥ വിമാനത്താവളത്തിൽ കഞ്ചാവ് വെച്ച് ഉദ്യോഗസ്ഥരെ കുടുക്കിയ കേസിലും പ്രതിയാണ്. ഇവർക്ക് മറ്റൊരു സ്വഭാവം കൂടിയുണ്ട്. പിടിക്കുന്ന ലഹരികളുടെ അളവ് കുറച്ചു കാണിച്ച് ബാക്കി പുറത്തുവിറ്റ് കീശ വീർപ്പിക്കുന്നവരിലും പ്രധാനികളാണ് ഈ 2 എക്സൈസ് ഉദ്യോഗസ്ഥർ. കഞ്ചാവ് ഉൾപ്പെടെ പിടികൂടിയ ശേഷം കുറഞ്ഞ അളവ് രേഖപ്പെടുത്തി കേസ്. ബാക്കി ലഹരി വസ്തുക്കൾ പുറത്തു വിൽപ്പന നടത്തുന്നത് സലീം യൂസഫിന്റെയും സിദ്ധാർത്ഥിന്റെയും പതിവ് പരിപാടി. ഇതുമാത്രമല്ല തട്ടിപ്പ്. 2-ാം പ്രതി സിദ്ധാർത്ഥ് 2019 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എഞ്ചിനീയർമാരെ കഞ്ചാവ് കേസിൽ കുടുക്കിയ പ്രതിയാണ്. എഞ്ചിനീയർമാരുടെ മുറിയിൽ കഞ്ചാവ് കൊണ്ടുവച്ചത് സിദ്ധാർത്ഥ് എന്ന് കണ്ടെത്തിയിരുന്നു. ഈ കേസിലും നടപടിക്ക് വിധേയനായി. ഇരുവരും ചേർന്ന് നടത്തുന്ന തട്ടിപ്പ് എക്സൈസിലെ ഉദ്യോഗസ്ഥർക്കും അറിവുണ്ടായിരുന്നു. പലർക്കും തട്ടിപ്പിന്റെ പങ്ക് ലഭിച്ചതിനാലാണ് വിവരം പുറത്തു പറയാതിരുന്നത്. അതിഥി തൊഴിലാളികളുടെ ക്യാമ്പിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ തട്ടിപ്പ് ഈ വിധമായിരുന്നു. ക്യാമ്പിൽ ഹൈബ്രിഡ് കഞ്ചാവ് ഉണ്ടെന്ന് വീട്ടുടമയോട് പറഞ്ഞ ശേഷമാണ് പരിശോധനയ്ക്കെത്തിയത്. തട്ടിയെടുത്ത 56,000 രൂപയിൽ 5,000 രൂപയാണ് കൂടെയുണ്ടായിരുന്ന 2 പേർക്ക് ഇവർ നൽകിയത്. കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേസിലെ പ്രതിയായ സലീം യൂസഫിനെ വിജിലൻസ് നിരീക്ഷിച്ചിരുന്നു. ഇത് മനസ്സിലാക്കിയ സലീം സർവീസിൽ നിന്ന് സ്വയം വിരമിക്കാൻ അപേക്ഷയും നൽകി. തുടർന്ന് ലീവിലുള്ളപ്പോഴാണ് വ്യാജ പോലീസ് ചമഞ്ഞ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിൽ കയറി 56,000 രൂപ മോഷ്ടിച്ചത്. പ്രതികൾക്കെതിരെ കൂടുതൽ തെളിവ് ശേഖരിക്കാനാണ് തടിയിട്ടപ്പറമ്പ് പോലീസിന്റെ തീരുമാനം. എസ് ശ്യാംകുമാർ, 24, കൊച്ചി.